നിന്നെ ഒരുപാട് ഉപദ്രവിച്ചോ? എന്റെ അമ്മയെ തല്ലിയവനോട് ഞാൻ പകരം ചോദിച്ചതിന്റെ പേരില്ല ഈ പീഡനം. അതുകൊണ്ട് എത്ര വേദനിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പൊന്നു മോനെ, ഇത് ഞാനോ മഹേന്ദ്രനോ ചെയ്ത കാര്യമല്ല. മഹേന്ദ്രനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലുകാര് ചെയ്ത പണിയാ. ദയവ് ചെയ്ത് മഹേന്ദ്രനെ തെറ്റിദ്ധരിക്കരുത്. അവൻ നിനക്കെതിരെ എവിടെയും പരാതി നൽകിയിട്ടില്ല. ഇവൻ എന്റെ ഭാവി മരുമകനാ. ഇവനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അതെ, പോലീസ് സ്റ്റേഷനിൽ വലിയ ഷോ കാണിക്കാതെ ചെറുക്കനെ വിളിച്ചിട്ട് പോവാൻ നോക്ക്. ഇതിന് ഞാൻ നിങ്ങളെ കൊണ്ട് എണ്ണി എണ്ണി മറുപടി പറയിപ്പിക്കും മിസ്റ്റർ. പറയുന്നതേ ഈ കലാവതിയാ. വാ മോനെ, മോള് വാ. പെണ്ണുമ്പിളുടെ പെർഫോമൻസ് കൊള്ളാം. എന്റെ കാശ് കൃത്യമായി വീട്ടിലെത്തിച്ചില്ലെങ്കിൽ കളി മാറാൻ പോകുന്നത്. മോനെ, മോൻ ഇപ്പൊ തന്നെ അഖിലമോളെ ഒന്ന് വിളിക്കണം. അവളുടെ കണ്ണീര് കണ്ടിട്ടാ അമ്മയും അമൃതയും കൂടി ഈ രാത്രി തന്നെ വന്നത്. ആകാശിന്റെ കാര്യത്തില് അമൃതയുടെ ആത്മാർത്ഥത ഞങ്ങൾക്കെല്ലാം മനസ്സിലാവും. പക്ഷേ നിങ്ങളിപ്പോ ആത്ത് കളിച്ച നാടകം അസലായി. ആദ്യം പരാതി കൊടുത്ത് ഇവനെ പട്ടിയെ പോലെ തല്ലി ചാച്ചിട്ട് ഇപ്പൊ രക്ഷകയായി വന്ന് പരാതി പിൻവലിക്കുക. അവന് കിട്ടാനുള്ളതൊക്കെ കിട്ടുകയും ചെയ്തു. പഞ്ചരത്നങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ആളാവുകയും ചെയ്തു. ഡബിൾ പ്ലേ കൊള്ളാം. ആകാശിന്റെ കാര്യത്തില് കലയമ്മ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണോ? അമൃത ചേച്ചി ഒന്നും പറയണ്ട. ഈ കള്ളനാടകം ഞങ്ങൾ വിശ്വസിക്കണമെന്ന് വെറുതെ വാശി പിടിക്കരുത്. ഞങ്ങളും അരിയാഹാരം കഴിക്കുന്നവർ തന്നെ. അമൃതമോളും ആകാശ് മോനും മാത്രം എന്നെ വിശ്വസിച്ചാൽ മതി. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന്റെ പേരിൽ ഞാൻ നിങ്ങളുടെ വലയിൽ കുരുങ്ങിയെന്ന് കരുതണ്ട. എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലുകൊണ്ടപ്പോ നിങ്ങളുടെ അനിയൻ മഹേന്ദ്രൻ തത്ത പറയും പോലെ എല്ലാ സത്യങ്ങളും വിളിച്ച് പറഞ്ഞതാ. എന്റെ അമ്മ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം ദിവ്യപ്രഭയുടെ വീട്ടുകാർക്ക് വിറ്റതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളാ. ഞങ്ങളെ സ്നേഹിക്കുന്ന പഞ്ചരത്നങ്ങളെ എല്ലാ രീതിയിലും തകർക്കാനാണ് നിങ്ങളുടെ ശ്രമം. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല, നടത്താൻ സമ്മതിക്കില്ല. മഹേട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞ? ഇവൻ ഇടിച്ചു കൊല്ലാറാക്കിയപ്പോ മഹേന്ദ്രൻ രക്ഷപ്പെടാനായിട്ട് വല്ലതും പറഞ്ഞു കാണും. പക്ഷേ അവന് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനല്ലാതെ ആരെയും ദ്രോഹിക്കാൻ കഴിയില്ല. നിന്നെ തന്നെ അവൻ 2 പ്രാവശ്യം രക്ഷിച്ചതല്ലേ മോളെ? പഴയ കാര്യങ്ങൾ സംസാരിച്ച് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം. എനിക്ക് നിങ്ങൾ എല്ലാവരെയും വേണം. ആ, നേരെ ഒരുപാടായി. എന്നാ പിന്നെ നമുക്ക് പോവാം. അമൃതമോളെ ഞാൻ പഞ്ചരത്നത്തിൽ വിടാം. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണ്ടി കലയമ്മ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ അഭിമന്യുവിന്റെ കൂടെ പൊക്കോളാം. ആ ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. വിവേക, ആകാശിനെ വീട്ടിൽ കൊണ്ട് വിട്ടേക്ക്. നടന്നൊന്നും വീട്ടിൽ ചെന്ന് പറയാൻ നിൽക്കണ്ട. സഹദേവ് മാമന് അത് വലിയ സങ്കടാവും. പോ. ആകാശേട്ടൻ വിളിക്കുന്നു. ഹലോ ആകാശേട്ടാ. അഖില, കുറച്ചു നേരമായിട്ട് ഞാൻ തിന്ന തീക്ക് കൈയും കണക്കുമില്ല ആകാശേട്ടാ. എല്ലാ പ്രശ്നവും പരിഹരിച്ചു. മഹേന്ദ്രന്റെ പരാതി പിൻവലിച്ചു. അതോടെ കേസും തീർന്നു. അറിയാം, കലയമ്മ ഇവിടെ വന്നിരുന്നു.
എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ടാ അമൃതേച്ചിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. ആകാശ് ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ നാളെ പഞ്ചരത്നത്തിൽ വരുന്നുണ്ട് നിന്നെ കാണാൻ. ശരി. കലയമ്മ ഒരാള് കാരണോ ആകാശേട്ടന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞത്. അതിനങ്ങനെ വലിയ മഹാസംഭവമാക്കി പറയൊന്നും വേണ്ട. ആകാശേട്ടനെതിരെ പരാതി കൊടുത്തത് മഹേന്ദ്രനായതുകൊണ്ട് അത് പിൻവലിക്കാനുള്ള ഉത്തരവാദിത്വം കലയമ്മയ്ക്കുണ്ട്. അത് മാത്രമേ കലയമ്മ ചെയ്തിട്ടുള്ളൂ. മഹേന്ദ്രനല്ല ആശുപത്രിക്കാരാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞതിലും എനിക്ക് നല്ല സംശയമുണ്ട്. അതെനിക്കുണ്ട്. എന്റെ ഒരു അറിവ് വെച്ച് പരാതിക്കാരനോട് നേരിട്ട് അന്വേഷിച്ചിട്ടേ പോലീസ് കേസെടുക്കാറുള്ളൂ. അപ്പൊ പിന്നെ എന്തായാലും മഹേന്ദ്രനോട് ചോദിച്ചിട്ടായിരിക്കില്ലേ പോലീസ് കേസെടുത്തത്. അങ്ങനെ പോലീസ് മഹേന്ദ്രനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കലയമ്മ അത് അറിയാതിരിക്കില്ല. മതി, വെറുതെ കലയമ്മയെ സംശയിക്കണ്ട. പാതിരാത്രി ഉറക്കം പോലും കളഞ്ഞ കലയമ്മ ആകാശ് ചേട്ടനെ രക്ഷിച്ചത്. അതുകൊണ്ട് കലയമ്മ ആരും കുറ്റം പറയണ്ട. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ അഭിമന്യു അത് ഫോർമലായിട്ട് എടുക്കരുത്. ഉള്ളിത്തട്ടിട്ടാ ഞാൻ പറയുന്നത്. കാര്യം പറയും. താങ്ക് യു. എന്തിന്? അല്ല, ഒരാപത്ത് വന്നപ്പോ അന്വേഷിച്ചിറങ്ങിയതിനും ഓടി വന്നതിനും എല്ലാത്തിനും താങ്ക്സ് അലോട്ട്. നന്ദി മുഴുവനെ കലയമ്മയോട് പറഞ്ഞാൽ മതി. ആകാശിന്റെ കാര്യം അറിഞ്ഞ് രാഖി രാമാനെ ഓടിപ്പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഞാനും വിവേകവും ആരായി? മഹേന്ദ്രൻ ഒപ്പിട്ട കടലാസം കൊണ്ടുവന്ന് ആ കലാവധി സ്കോർ ചെയ്തിട്ടങ്ങ് പോയി. ആകാശിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും കലയമ്മയ്ക്ക്. ഞാനും വിവേകും പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് നിന്ന് രാത്രി മുഴുവൻ മഞ്ഞുകൊണ്ടത് മിച്ചം. മഹിയേട്ടൻ പരാതി പിൻവലിച്ചില്ലെങ്കിലും അഭിമന്യുവും വിവേകും കൂടി ആകാശിനെ പുറത്തിറക്കുമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ആ SIയെ വരച്ച വരയിൽ നിർത്തിയതുകൊണ്ട് മാത്രം അയാൾ ആകാശിനെ കൂടുതൽ ഉപദ്രവിക്കാതിരുന്നെന്നും എനിക്കറിയാം. കലയമ്മയെ കണ്ടപ്പോ അഭിമന്യുവിനൊരു പരിഭവം തോന്നിക്കാണുന്നു എനിക്കറിയാം. പോട്ടെ, അത് വിട്ടളഞ്ഞേക്ക്. ആ പരിഭവം മാറ്റാനാ ഞാൻ കലയമ്മയുടെ കാറിൽ കയറാതെ ഈ കാറിൽ തന്നെ കയറിയത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കാ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് അഭിമന്യുവിന് മനസ്സിലാവുന്നില്ലേ? അഭി, സത്യം ഞാൻ പറയുന്നേ. എന്തെങ്ങനെ നോക്കുന്നേ? അല്ല, ഈ വിളി എങ്ങനെ അധികം കേൾക്കാറില്ല. ഞാൻ ഇടയ്ക്കൊന്ന് 2 പ്രാവശ്യം അങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ. ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലേ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അങ്ങോട്ട് ഞാൻ അബീനെ വിളിക്കൂ. എന്താ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ലേ? താൻ എന്നെ എന്ത് വിളിച്ചാലും, ഇനിയിപ്പൊ ചീത്ത വിളിച്ചാലും എനിക്കിഷ്ടം. ഈ അഭിമന്യു എന്നുള്ള നീട്ടിപ്പിടിച്ചുള്ള വിളിക്ക് വല്ലാത്തൊരു അടുപ്പക്കറുള്ളത് പോലെ. അപ്പൊ ഇനി അങ്ങോട്ട് ചെല്ലപ്പേര് വിളിച്ച് മയക്കാനാണ് പ്ലാൻ. അതെ, നമുക്ക് ഏതെങ്കിലും തട്ടുകടയിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ചാലോ? നമ്മളെപ്പോലെ 2 ഹോട്ടൽ മുതലാളിമാരെ തട്ടുകടയിൽ കയറിയാ നാട്ടുകാരെന്തു പറയും? നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എനിക്ക്
ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന ഒരു അപൂർവ നിമിഷമാണിത്. അതെനിക്കൊന്ന് ആസ്വദിച്ചേ പറ്റൂ. പിന്നെന്തേ എന്തേ മുല്ലേ കന്നിവേയിൽ വന്നേ ചാരേ, പിന്നെന്തേ ഓമൽ ചുണ്ടിൽ പുഞ്ചിരിത്തേൻ പെയ്തിലെന്തേ, കണ്ണോട് കാവലായി കസ്തൂരി തെന്നലില്ലേ, കുഞ്ഞു കുറുമ്പോളവുമായി കൂടെ ഞാനും ഇല്ലേ. ചിന്തകളിൽ ചെന്താമരപ്പൂവായി മാറുകയായി നീ തന്നിതെന്നിൽ മായാ പ്രപഞ്ചം, ഞാൻ നിഴലായ പിന്നെന്തേ എന്തേ മുല്ലേ കന്നിവേയിൽ വന്നേ ചാരേ, പിന്നെന്തേ ഓമൽ ചുണ്ടിൽ പുഞ്ചിരിത്തേൻ പെയ്തിലെന്തേ. ആകാശ് രാവിലെ തന്നെ അനഘയുടെ ഹോസ്പിറ്റലിലെത്തി ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി. ഏറ്റ മർദ്ദനത്തിന് ഉള്ളിൽ നല്ല പരിക്കുകളുണ്ടെന്നാ മെഡിക്കൽ റിപ്പോർട്ട്. അവന്റെ ഒരു പരിക്ക് പന്നിയെ കൊന്നുകളയായിരുന്നു വേണ്ടത്. നമുക്ക് ഓരോരുത്തരെയും ഇഞ്ചിഞ്ചായിട്ട് വേണം കൊല്ലാൻ. പ്രതികാരം എന്ന വിഭവത്തിന് സ്വാദ് കൂടുന്നത് അപ്പോഴാ മഹേന്ദ്ര. ആരാധ്യയോടുള്ള എന്റെ പക നിനക്കറിയാവല്ലോ. അതിന് ഞാൻ പകരം വീട്ടാൻ പോകുന്നത് അവൾ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം അവളുടെ ജീവിതത്തിന് തട്ടിയെറിഞ്ഞുകൊണ്ടാ. ഏറെ ആഗ്രഹിച്ച് അവള് കാത്തിരിക്കുന്ന പോലീസ് ട്രെയിനിങ് മുടക്കി അവളുടെ ജോലി തെറിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ കലാവധി പക വീട്ടുന്നത്. അതിരിക്കട്ടെ, എന്താ ചേച്ചിയുടെ പ്ലാൻ? അത് പറ. വ്യക്തമായ പ്ലാനൊന്നും ഇനിയും ആയിട്ടില്ല. പക്ഷേ രണ്ടുപേരും ട്രെയിനിങ്ങിന് വേണ്ടി തൃശ്ശൂര് പോലീസ് അക്കാദമിയിൽ എത്തില്ല. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മതി, അത്രയും മതി. ആകാശേട്ടൻ വരുമെന്ന് പറഞ്ഞ് ഓവർ മേക്കപ്പ് ഇട്ട് ഒടുവിൽ നിരാശയായി. ഇന്നും ആകാശേട്ടൻ വരുന്നു കേട്ടപ്പോ മുതൽ തുടങ്ങി ഒരുക്കോ. മിക്കവാറും ചേച്ചി ഇങ്ങനെ ഒരുങ്ങുന്നോണ്ടാവും ആകാശേട്ടന് വരാൻ താമസം. മതി എന്നെ ട്രോൾ ചെയ്ത്. ഇനി ഇത്തിരി നേരം പോയി അമർത്തിച്ച് ട്രോള്. അങ്ങോട്ട് ട്രോളാൻ ചെന്നാ മതി. ഓ, അപ്പൊ എന്നോട് എന്തോ ആവാന്നാണോ? എല്ലാ ദിവസവും സാധാരണ ഒരുങ്ങുന്ന പോലെയുള്ളൂ എന്റെ ഇന്നത്തെ ഒരുക്കവും. ഓ, അപ്പൊ അഖിലേച്ചി ആകാശേട്ടൻ വരുന്നത് പ്രമാണിച്ച് ഇതുവരെ ഒരുങ്ങിയിട്ടേ ഇല്ല അല്ലേ? മതി കളിയാക്കിയത്. പഞ്ചരത്നത്തിൽ നിന്നേ 2 ഉടനെ കെട്ടിയിട്ടാൻ പോകുന്നത് കൊണ്ടേ ഞാനൊന്നും പറയുന്നില്ല. അഞ്ജന കണ്ണെഴുതി
ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. ചേട്ടത്തിക്ക് തെറ്റിപ്പോയി. കണ്ണെഴുതി പൊട്ടും തൊട്ട് കാത്തിരിക്കുന്നതേ അഞ്ജനയല്ല, ഈ അഖിലയാ. ഉള്ളുകളുറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരേ. അഖിലേച്ചിയുടെ കള്ളൻ ഇന്ന് വരും. അയ്യോ അയ്യോ, ബാക്കി പാടുന്നില്ലേ? അയ്യോ ഞാൻ പാട്ട് നിർത്തിയേ. ഹലോ ഹലോ, അഖിലയല്ലേ? ആ അതെ, ആരാ? ഞാൻ ആകാശിന്റെ ഫ്രണ്ടാ. എന്തു വേണം? ആകാശിന്റെ നന്മയെ കരുതി നീ അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോണം. ആരടി നീ? എന്തറിഞ്ഞിട്ടാ നീ എന്റെ ഫോണിൽ വിളിച്ച് ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ, ആകാശും ഞാനും തമ്മില് നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള ബന്ധമൊന്നുമില്ല. അവനെന്റെ ബെസ്റ്റിയാ. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആകാശിന്റെ നന്മയെ കരുതി നിന്നോടൊരു കാര്യം പറയാം. എന്താ? നീ അവന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു പോണം. സൗകര്യം ഇല്ലെങ്കിലോ? ഞങ്ങൾ തമ്മിലേ സ്നേഹത്തിലാ. പിന്നെ എന്നെ താല്പര്യമില്ലെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞ് ആകാശേട്ടന് തന്നെ പിരിഞ്ഞു പോകാലോ. അതിനെന്തിനാ നിന്നെ പോലൊരു ഇടനിലക്കാരി? സത്യത്തിൽ ആകാശിന് ഇഷ്ടം നിന്റെ ചേച്ചി അനഖയാ. എന്നോട് ആകാശ് എല്ലാം തുറന്നു പറയാറുണ്ട്. ആകാശിന് നിന്നെ ഒട്ടും സ്നേഹിക്കാൻ പറ്റുന്നില്ല. നീ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ച അവൻ നിന്നെ സഹിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ വെറുതെ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിലൊന്നും ഞാൻ വീഴില്ല. അപ്പോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസമായില്ലല്ലേ? ഇനി നിനക്ക് വിശ്വാസം വരാൻ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നീ സൗകര്യം കിട്ടുമ്പോ ആകാശിന്റെ ഫോൺ എടുത്ത് നോക്കണം. അവന്റെ ഫോൺ തുറക്കാനുള്ള പാസ്വേഡ് എന്താണെന്ന് നിനക്കറിയോ? അത് മറ്റൊന്നുമല്ല, നിന്റെ ചേച്ചിയുണ്ടല്ലോ, അവളുടെ പേരാ. ANAGHA, അനഖ. ഒരാള് അയാളുടെ ഫോണിന്റെ പാസ്വേഡ് ആക്കി വെക്കുന്നതേ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ ഒക്കെ ആയിരിക്കും. എന്തായാലും ആകാശിന്റെ ഫോണിന്റെ പാസ്വേഡ് അനഖയെന്ന. അതില് എനിക്കൊരു സംശയമില്ല. അല്ല, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോ. അപ്പൊ നിനക്ക് മനസ്സിലാവും അവന്റെ ഫോണിലും ഹൃദയത്തിലും നിന്റെ ചേച്ചി മാത്രമാണെന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.